Hello friends, welcome to the channel. 𝙑𝙤𝙀𝙬𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്മാർട്ട് സൺഗ്ലാസ് ആണ്. സ്മാർട്ട് അല്ലെങ്കിൽ ഓഡിയോ സൺഗ്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. ഫാസ്ട്രാക്കിൻ്റെ ഓഡിയോ സൺഗ്ലാസ് എന്ന് പറഞ്ഞൊരു മോഡൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. അതിൻ്റെ പേര് വരുന്നത് ആക്ച്വലി ഫാസ്ട്രാക്ക് വൈബ്സ് എന്നാണ്, ഓഡിയോ വൈബ്സ് എന്നിട്ട്. ഇവർക്ക് ഇത് ശരിക്കും ആക്ച്വലി വീഡിയോ വൈബ്സ് ഉണ്ട്, പക്ഷേ അതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് അങ്ങനെ കിട്ടാനൊന്നും ഇല്ല കേട്ടോ. ഇത് ആക്ച്വലി നമുക്ക് ഇതിൽ ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സും അതുപോലെ ഇതൊക്കെ വരുന്ന മോഡലാണ്. നിങ്ങൾ ബോസിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിരിക്കും, പക്ഷേ ബോസിൻ്റെ ഒക്കെ അത്യാവശ്യം നല്ല പ്രൈസ് വരും. ഇത് നമുക്കൊരു 3000 താഴെ റേഞ്ച് വരുന്നൊരു സ്മാർട്ട് സൺഗ്ലാസ് ആണ്. ഇത് ആക്ച്വലി നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ ആക്ച്വലി പരീക്ഷിച്ച് നോക്കി. നമ്മുടെ കോളൊക്കെ എടുക്കുമ്പോൾ സൂപ്പറാണ് ശരിക്കും. കാറിലൊക്കെ പോകുമ്പോൾ ബ്ലൂടൂത്തിൽ കാർ നമ്മൾ കണക്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കോള് അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ആക്ച്വലി നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് സീൽഡ് ബോക്സ് എന്നല്ല. അപ്പോൾ അതിൻ്റെ ബോക്സാണിത്. ഫാസ്ട്രാക്കിൻ്റെ ബ്രാൻഡിൽ നിന്ന് കൂടെ കാണണ്ടായിരിക്കും. ബോക്സ് പറഞ്ഞാൽ ഒരു മീഡിയം ക്വാളിറ്റിയേ ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ള സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നും പറയാനില്ല. അതിന് ഫീച്ചേഴ്സായിട്ട് നമുക്കിവിടെ പോളറൈസ്ഡ് ഗ്ലാസ്സാണ് വരുന്നത്. പോളറൈസ്ഡ് UV 400 ലെൻസാണ് വരുന്നത്. അതുപോലെ ബിൽഡിൻ സ്പീക്കറും മൈക്കും വരുന്നുണ്ട്. ഇൻറ്റിഗ്രേറ്റഡ് ബ്ലൂടൂത്ത് 4.1 ആണ്. 4.1 ബ്ലൂടൂത്ത്. അതുപോലെ റേഞ്ച് കുറച്ച് കുറവാണ്. റീചാർജബിൾ ലിഥിയം അയോൺ 2200 mAh ബാറ്ററി വരുന്നത്. മൈക്രോ USB പോർട്ടാണ് വരുന്നത്. അത് മൈക്രോ USB നമുക്ക് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്ത് ഞാൻ എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് നേരിട്ട് അടുത്തായിട്ട് കാണിച്ചു തരാം. അല്ല, നമുക്ക് എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഒന്ന് നമ്മുടെ ഗ്ലാസിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരാനൊന്നുമില്ല. എന്ന് വെച്ചാൽ ബോക്സിൽ വേറെ ഒന്നുമില്ല. നമുക്ക് ഇങ്ങനെ സാധാരണ നമ്മുടെ സൺഗ്ലാസിൽ കിട്ടുന്ന പോലത്തെ അതേ ഒരു പൗച്ച് തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ വന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേ ഒക്കെ നമ്മളൊരു ഗീവ് അവേ വീഡിയോ 2 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു റിയൽമിയുടെ ബഡ്സ് എയർ പ്രോ ബഡ്സ് എയർ 3യും അതുപോലെ തന്നെ OnePlusൻ്റെ ബുള്ളറ്റ് വയർലെസ് Z2. അപ്പോൾ രണ്ടെണ്ണത്തിന് വീഡിയോ കാണാനും പങ്കെടുക്കാനും മറക്കണ്ട. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മുകളിൽ കൊടുക്കാം, ഒന്ന് ചെക്കൗട്ട് നോക്കി കേട്ടോ. ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം, എന്തായാലും ചെക്കൗട്ട് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ആമസോണിൻ്റെ സ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്കൗട്ട് നോക്കി നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ തന്നെ ടോപ്പ് 5 കാറ്റഗറിയിലത്തെ എല്ലാത്തിനും നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ആമസോണിൽ ഒന്ന് ട്രൈ നോക്കാം കേട്ടോ. അതുപോലെ തന്നെ വേറെ നമ്മൾ പറയാൻ വന്നല്ലോ കാര്യം എന്തോ ഞാൻ പറയാൻ മറന്നു പോയിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പൗച്ചിന് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മുടെ നോർമലി നമ്മുടെ ഫാസ്ട്രാക്കിൻ്റെ പൗച്ച് ഞാൻ ഓൾറെഡി നമ്മുടെ കാറിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു പൗച്ചാണ്. ഇതും ഫാസ്ട്രാക്കിൻ്റെ തന്നെയാണ്. അപ്പോൾ സൈസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നോർമൽ സൺഗ്ലാസിനായിട്ടും വലിയൊരു സൈസാണ് വരുന്നത്. ഫാസ്ട്രാക്കിൻ്റെ ലോഗോ ഒക്കെ ഇതിൻ്റെ ഇതുമുണ്ട്. ഇത് ഞാൻ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമുക്ക് എന്തായാലും അതിന് മുമ്പ് ട്രൈ ചെയ്തും കാര്യം ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ തന്നെ ഞാൻ എന്തായാലും അടുത്ത് കാണിച്ചു തരാം ലാസ്റ്റ് ആയിട്ട്. അപ്പോൾ അത് എന്താ നിങ്ങൾക്ക് അത് കാരണം ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണില്ല എന്ന് വിചാരിക്കണ്ട. ഫസ്റ്റ് തന്നെ നമുക്കൊരു മൈക്രോ USB കേബിൾ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു മാനുവൽ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എങ്ങനെ പെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞാൽ ഞാൻ എന്തായാലും അടുത്ത് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ മെയിൻ നമ്മുടെ സൺഗ്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സൺഗ്ലാസ്. ഒരു പ്ലാസ്റ്റിക് ഒരു പേപ്പറിൽ ഒരു കവർ തന്നിരിക്കുന്നത്. ഇത് വേഫർ മോഡലാണ് കേട്ടോ അവർക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മോഡലാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാം മീഡിയം സൈസാണ് വരുന്നത്. യൂണിസെക്സ് മോഡലാണ് വരുന്നത്. ഇത് ശരിക്കും ആക്ച്വലി നമുക്ക് ഗ്ലാസ് ബ്ലാക്ക് കളർ ഉണ്ട്, വൈറ്റ് കളർ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ കളർ ഉണ്ട്. അപ്പോൾ 3 കളർ മോഡൽസ് അവൈലബിൾ ആണ്. പിന്നെ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും നല്ല കട്ടിയുള്ള സൈഡാണ് വരുന്നത്. അപ്പോൾ സൈഡിലൊരു ബട്ടൺ നിങ്ങൾക്ക് ഞാൻ എന്തായാലും അടുത്ത് കാണിച്ചു തരാം. ഞാൻ എന്തായാലും നമുക്ക് വെച്ചിട്ടുള്ളൊരു ലുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് വലിയ പ്രോബ്ലമായിട്ട് തോന്നിയില്ല. നമ്മൾ ഉപയോഗിക്കുന്നതും ഓൾമോസ്റ്റ് വേഫയർ അല്ല ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ എനിക്ക് കുറച്ച് മറ്റേത് ഞാൻ ഫാസ്ട്രാക്കിൻ്റെ ആദ്യം ഉപയോഗിക്കേണ്ടത് ഒരു 1300 ആ റേഞ്ചിലേക്കുള്ള ഒരു സൺഗ്ലാസ് ആയിരുന്നു നമ്മൾ കാറിൽ ഉപയോഗിക്കുന്നവർ. അപ്പോൾ ഇത് ആക്ച്വലി ഇതിന് ശരിക്കും 2700 ആ റേഞ്ചിൽ വരുന്നുണ്ട്, സ്മാർട്ടിൻ്റെ മോഡലായതുകൊണ്ട് തന്നെ. പക്ഷേ ഇതിൻ്റെ ഗ്ലാസ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ്സാണ്. എനിക്ക് ഗ്ലാസ്സാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സൗണ്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഗ്ലാസ് ഒരു രക്ഷയില്ലാത്ത ഗ്ലാസ്. മറ്റേ നമ്മൾ ആ മോഡലിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോൾ സൺഗ്ലാസ് ഒരു രക്ഷയില്ല. നമുക്കെന്താ മറ്റേ അത്യാവശ്യം ബ്ലാക്ക് കളറാണെങ്കിലും കുറച്ച് പക്ഷേ ഒരു വെച്ച് കഴിഞ്ഞാൽ ഒരു മൂടിയൊരു ഫീൽ വരും. ഇത് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ഗ്ലാസ്സാണ് വെച്ചതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു നല്ല ക്വാളിറ്റി ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത എന്തുകൊണ്ടത്. എനിക്ക് ലെൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്ലാസ്റ്റിക്കാണ് അതുപോലെ കാര്യം, പക്ഷേ ഒരു ക്വാളിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അത് വെക്കുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് ഗ്ലാസ് വെച്ച് നടക്കണമെന്നത് തോന്നില്ല. അത്രയ്ക്കൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ ഒരു ക്ലിയറും വരുന്നുണ്ട്. ബ്ലാക്ക് കളറല്ല വരുന്നത് ശരിക്കും വയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പക്ഷേ പുറത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാമായിരിക്കും ഫുള്ളി ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ വെക്കുമ്പോൾ ഉള്ള ഫീൽ അതല്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ശരിയെ. ഇതിൻ്റെ ബ്ലൂടൂത്ത് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നമുക്ക് ഈ സെക്ഷനിൽ കാണിച്ചു തരാം. പെയറിംഗ് മോഡിൽ വേറെ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എന്തായാലും ഓൾറെഡി ഞാൻ പെയർ ചെയ്ത് അത്യാവശ്യം ഉപയോഗിച്ച് നോക്കിയതാണ്. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി കയറി. അപ്പോൾ എന്തായാലും നമുക്ക് ഫോണിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് എന്തായാലും ഇത് അടുത്ത് കാണിച്ചിട്ടും ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ വീഡിയോ ഒരു ആക്ച്വലി വീഡിയോ മൈക്കും ഉണ്ട്. സോറി വീഡിയോ മൈക്കല്ല, ആക്ച്വലി വീഡിയോ സ്മാർട്ട് വാച്ചല്ല, പിന്നെ തെറ്റി, വീഡിയോ സൺഗ്ലാസ്സും ഉണ്ട് ശരിക്കും ആക്ച്വലി ഇവർക്ക്. അതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 1080p ലെൻസ് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു മോഡലുണ്ട്. അപ്പോൾ എന്തായാലും അത് ലാസ്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് നമുക്ക് മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് ശരിക്കും കാണാൻ പറ്റില്ല, നമുക്ക് ഈ റേഞ്ചിൽ നമുക്കിത് മനസ്സിലാവില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ നമുക്ക് വെച്ചിട്ടുള്ളൊരു ലുക്ക് ആദ്യം തന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് സൺഗ്ലാസിൻ്റെ ലുക്ക് ആദ്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഫീച്ചറുണ്ടായിരുന്നു പറഞ്ഞാലും കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഫാസ്ട്രാക്കിൻ്റെ നമ്മുടെ ബോക്സ് ഇതാണ് കേട്ടോ, ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ. ഫാസ്ട്രാക്ക് വൈപ്സ് എന്ന് ഇവിടെ ഇരിക്കുന്നതാണത്. വാട്സ് ഇൻസൈന്ന് വെച്ചിട്ട് നമുക്ക് ക്യാരി ഓൺ കേസും മൈക്രോഫൈബർ ക്ലോത്തും എനിക്ക് പക്ഷേ കിട്ടിയില്ലല്ലോ. പിന്നെ മൈക്രോ USB കേബിൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നമുക്ക് പവർ ഓൺ ബട്ടൺ സിങ്ക് ചെയ്യാനും റിസീവ് ചെയ്യാൻ എൻഡ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ഇവിടെ നിന്ന് വരികയെന്ന് കൊടുത്തിട്ടുണ്ട്. ഫങ്ഷൻസ് ആയിട്ട് നമുക്കിതിൽ മ്യൂസിക് കേൾക്കാം, കണക്ട് കോൾസ് ചെയ്യാം, നാവിഗേഷൻ ചെയ്യാമെന്നൊക്കെ കേൾക്കാമെന്ന് പറയുന്നുണ്ട്. ഫീച്ചേഴ്സായിട്ട് ബോക്സിൻ്റെ ക്വാളിറ്റി പക്ഷേ ഭയങ്കര ബോറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബോക്സിൻ്റെ ക്വാളിറ്റി ഇത്ര. ഇവിടെയായിട്ട് നമുക്ക് ഫീച്ചേഴ്സായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോളറൈസ്ഡ് UV 400 ലെൻസാണ്. ബിൽഡിൻ സ്പീക്കർ ആൻഡ് മൈക്ക് ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് ബ്ലൂടൂത്ത് 4.1 ആണ്. റീചാർജബിൾ ലിഥിയം അയൺ 2200 mAh ബാറ്ററിയാണ്. മൈക്രോ USB പിന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബോക്സ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു ബോക്സിലാണ് കിട്ടുക. ഇത് നമുക്കൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ബോക്സാണ്. നമുക്കിത് കുളത്തിലാണ്, നമ്മുടെ ബെൽറ്റ് കുളത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് തുറന്ന് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു മൈക്രോ USB കേബിൾ അത്യാവശ്യം നല്ല വലിയ കേബിൾ ഇടുന്നുണ്ട്. പിന്നെ നമുക്കൊരു യൂസർ മാനുവൽ. അപ്പോൾ ഇതിലാണ് നമുക്ക് എങ്ങനെ സംഭവങ്ങൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടോ, എങ്ങനെ പെയർ ചെയ്യാം. എൻ്റെ ലൈറ്റ് സൈഡിലൊരു ലൈറ്റ് ഉണ്ട്, എന്താണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ മെയിൻ ഗ്ലാസ്സാണ്. ഇതിൽ പക്ഷേ മൈക്രോ ഫൈബർ മിസ്സിങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് മടക്കി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് നേരത്തെ നമ്മൾ കണ്ട ഗ്ലാസ് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു നോർമൽ സാധാ സൺഗ്ലാസ് ആണ്. പക്ഷേ നമ്മൾ നിവർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈഡ് നോക്കുമ്പോൾ അറിയാം നല്ല സൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്, നമുക്ക് ഒരു പവർ ഓൺ ബട്ടൺ പോലെ നിങ്ങൾക്ക് കണ്ടായിരിക്കും. ഇപ്പോൾ അതിൽ നമുക്ക് ആക്ച്വലി ഇത് പവർ ഓൺ ചെയ്യാൻ പറ്റും. പിന്നെ ഫാസ്ട്രാക്കിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം റബ്ബർ കോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ രണ്ട് സൈഡിലും. ഈ രണ്ട് സൈഡ് നമുക്ക് സൈഡ് തടി കൂടുതലാണ് കേട്ടോ. പിന്നെ ഒരു ഓവറോളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫാസ്ട്രാക്ക് ലോഗോ, പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് ആക്ച്വലി എന്താ പറയുക മൈക്ക് ഔട്ട്പുട്ടിൻ്റെ പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് അതിൽ കൂടെയാണ് നമുക്ക് സൗണ്ട് കേൾക്കുന്നത്. പക്ഷേ നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ റീചാർജ് ചെയ്യാനുള്ള ഒരു മൈക്രോ USB പോർട്ട് നമുക്ക് ഈ സൈഡിലായിട്ടൊരു തന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ സൂം ചെയ്യാം, അത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും ഇവിടെ കേട്ടോ. അപ്പോൾ ചാർജിങ് ടൈം അത്യാവശ്യം വേഗം ആവുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കിത് ഓൾറെഡി വന്നപ്പോൾ അത്യാവശ്യം ചാർജ് ഉണ്ടായിരുന്നു. മോഡൽ നമ്പറായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിരിക്കും, മോഡൽ നമ്പർ കാണിച്ചിട്ടുണ്ട്, ഫാസ്ട്രാക്കിൻ്റെ ലോഗോ. പിന്നെ ആക്ച്വലി നമുക്കിത് ഓൺ ചെയ്യാനായിട്ട് ഇത് ആക്ച്വലി അമർത്തി പിടിച്ചാൽ മതിയിട്ട്. അപ്പോൾ നമുക്കിത് ആക്ച്വലി അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലായിട്ടൊരു ലൈറ്റ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി സൗണ്ട് ഇപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. ഇതിൻ്റെ ഓൺ ആകുമ്പോൾ നമുക്കിതിൽ സൗണ്ട് വരും. അപ്പോൾ നമുക്ക് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നമ്മളിത് ഓൺ ആക്കി കഴിഞ്ഞാൽ മോസ്റ്റ്ലി അപ്പോൾ തന്നെ പെയർ ആവേണ്ടതാണ്. കറക്റ്റ് കണ്ടു. ഇതിലാണ് നിങ്ങൾക്ക് പറയേണ്ടത് കേൾക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിലൂടെ നമുക്ക് വേണമെങ്കിൽ പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. പക്ഷേ പാട്ട് കേൾക്കാൻ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ എന്നാൽ എന്താ പറയുക സൗണ്ട് ക്വാളിറ്റി നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ കറക്റ്റ് ചെവിയുടെ അടിയിലാണ് വരിക. പിന്നെ ഇതൊരു ശരിക്കും ഒരു ബോൺ കണ്ടക്ഷൻ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആക്ച്വലി അത് ഈ ഫീച്ചർ ഇല്ല. നമ്മുടെ ബോസിൻ്റെ മോഡലിലൊക്കെ അതൊരു ബോസ് കണ്ടക്ഷൻ സംഭവം വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി പുറത്തേക്ക് സൗണ്ട് വരാതെ ഇത് നമ്മൾ ഫുൾ വോളിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഇതുപോലെ പുറത്തേക്ക് കേൾക്കും. പക്ഷേ എനിക്ക് കോൾ ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പാട്ടൊന്ന് വെച്ച് കാണിച്ചിട്ട് അതിൻ്റെ ഒരു സൗണ്ടിൻ്റെ ഒരു ലൗഡ്നെസ് അറിയാൻ വേണ്ടിയിട്ട് പാട്ടിൻ്റെ ആപ്പ് അവിടെ പോയി നോക്കാനോ. അപ്പോൾ ഞാൻ ഗാന എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മൈക്കിൻ്റെ അടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളൊരു പാട്ട് വയ്ക്കാം നമുക്ക്. അപ്പോൾ ഞാനൊരു പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓണാവുന്നില്ല, അതിൽ ഓൾറെഡി പ്ലേ ആവുന്നുണ്ട്. ഞാൻ എന്തായാലും സൗണ്ട് ഒന്ന് കൂട്ടി കാണിച്ചു തരാം. കണ്ടു, നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മൈക്കിൻ്റെ അടുത്ത് കാണിച്ചു തരാം. സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമ്മളിത് ഫുൾ വോളിയത്തിലിട്ടേക്കണം, എന്നാലും കുഴപ്പമില്ലാണ്ട് സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഞാൻ നമ്മുടെ മൈക്കിൻ്റെ അടുത്ത് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം നല്ലതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതിൻ്റെ സ്പീക്കറും അതുപോലെ തന്നെ മൈക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ടൊരു ഹൈലൈറ്റൊരു ഇഷ്ടമായിട്ട് സംഭവം തോന്നിയത് ഇതിൻ്റെ കോളിംഗ് ക്വാളിറ്റിയാണ്. നമ്മൾ ശരിക്കും ഇത് വെച്ചിട്ട് കോൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ അത്ര ലൗഡായിട്ട് പറഞ്ഞില്ലെങ്കിൽ ശരിക്കും അപ്പുറത്തെ ആൾക്ക്
നല്ല സൂപ്പർ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഞാനത് ഗ്യാരണ്ടി തരാം. നമ്മൾ കുറേ സ്ഥലത്ത് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഭയങ്കര നോയ്സുള്ള സ്ഥലത്തേക്ക് കുറച്ച് പ്രശ്നം വരും കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും മൈക്ക് ഇതിൻ്റെ സൈഡിലാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇൻഡോർ റൂമിൽ, അതുപോലെ തന്നെ കാറിൽ ഓടിക്കുമ്പോൾ, ബൈക്ക് ഓടിക്കുമ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു ഭയങ്കര യൂസ്ഫുൾ സംഭവമായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് കാറിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ കാറിൻ്റെ ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ സാധനം വെച്ചിട്ട് നിങ്ങൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ പിന്നെ വേറെ എക്സ്ട്രാ കണക്ട് ചെയ്യുന്നു വേണ്ടല്ലോ. അപ്പോൾ ഞാൻ കാറിൽ വെച്ചിട്ട് ആക്ച്വലി നോക്കിയത്, നമ്മുടെ കാറിൽ ബ്ലൂടൂത്തിൽ ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടാണ് പിന്നെ നോക്കിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു സൗണ്ട് ക്വാളിറ്റി. അതുപോലെ നമ്മൾ റൂമിലും കുറച്ച് കോൾസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കി. അപ്പോൾ ഒരു ഓവറോൾ ഒരു ബെസ്റ്റ് സംഭവമായിട്ട് എനിക്ക് തോന്നിയത്. പ്രൈസിനും ഭയങ്കര വാല്യൂ ഫോർ മണി സംഭവം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഇതിൻ്റെ സൺഗ്ലാസിൻ്റെ ആ ഗ്ലാസ് ക്വാളിറ്റിയും അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഡാർക്ക് കളർ മോഡാണെങ്കിലും നല്ലൊരു ക്ലാരിറ്റിയും സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, പ്രത്യേകിച്ച് ഔട്ട്ഡോറിൽ കേട്ടോ. ഇൻഡോറിൽ അത്യാവശ്യം ഒരു ഇത് എന്നാലും അത്രയ്ക്ക് ഭയങ്കര ഡാർക്കൊന്നും വരുന്നില്ല. പുറത്തുനിന്ന് കാണുമ്പോൾ പക്ഷേ അങ്ങനെ ഡാർക്കാന്ന് തോന്നുന്നെങ്കിലും പക്ഷേ നമ്മൾ വെക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. അതെനിക്ക് ഭയങ്കര ഡാർക്കായി കഴിഞ്ഞാൽ ഭയങ്കര ശരിക്കും നല്ല ഡിസ്റ്റർബൻസ് തന്നെയാണ്. ആക്ച്വലി ഇതിൻ്റെ ഒരു പ്ലെയിൻ ഗ്ലാസ് മോഡലും ഉണ്ട്, പക്ഷേ പിന്നെ ഒരു ബ്ലൂ കളർ മോഡലും ഉണ്ട്. പക്ഷേ അതൊന്നും അവൈലബിലിറ്റി അല്ലാന്നും ഉണ്ട്. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആമസോണിലൊക്കെ പക്ഷേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ലിങ്ക് ഇടാം കേട്ടോ. അതിൻ്റെ പോലെ തന്നെ ഇതിൻ്റെ വീഡിയോ സ്മാർട്ട് വാച്ചിന്ന് എപ്പോഴും സ്മാർട്ട് ഗ്ലാസ്സും ഉണ്ട്. അതും ആക്ച്വലി ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഓഫ് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ പറയുന്നത് പിന്നെ വോയിസ് നമുക്ക് ഇതുകൊണ്ട് നമ്മൾ ആക്ച്വലി കോൾ എടുക്കുകയും ചെയ്യാം. ഒരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ എടുക്കാം. അതുപോലെ 5 സെക്കൻഡ്സ് അമർത്തി കഴിഞ്ഞാൽ ഓഫാവും. 3 സെക്കൻഡ്സ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസിനെ വിളിക്കാൻ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. വേണ്ട, നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻസ് പൊന്തി വന്നു. ഇത് പിന്നെ ആക്ച്വലി നമുക്കിത് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ആവും. ഞാൻ അത് അമർത്തി 5 സെക്കൻഡ്സിന് മുകളിൽ അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ ഓഫ് ആവും. അത് പറയുള്ളൂ ഞാൻ മേക്കിൽ. ഗൂഗിൾ അസിസ്റ്റൻസ് വന്നത്. Hello, pairing mode enabled. നേരത്തെ ഓഫായിട്ടായിരുന്നു. നമുക്ക് ഓഫായി എന്ന് അറിയാൻ വേണ്ടിയുള്ള ഇൻഡിക്കേറ്റർ ഒന്ന് കൊടുക്കും. ഇതപ്പോൾ ഓഫായി കണ്ടു. അല്ല ഓഫല്ലല്ലോ. ഒന്ന് ഓഫായിട്ട് ഓണായി. അല്ല ഓഫായിന്നുണ്ട്. ഇല്ല ഓഫായില്ല. നമുക്കിതിൽ ബാറ്ററി ഇതൊക്കെ കാണാട്ടോ. അവിടെ ഈ സ്വിച്ച് എനിക്ക് ഇതുപോലെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കാരണമായിരിക്കും. ഈ ഓണാക്കലും കുറച്ച് പാടാണ്. നമുക്കിവിടെ ഫാസ്ട്രാക്കിൻ്റെ വൈബിൽ നമുക്ക് മൊബൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം ഫോൺ കോൾസ്, മീഡിയ, ഓഡിയോ, കോൺടാക്ട് ഷെയറിങ് വേണമെങ്കിൽ അത്, ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ അത്, അതുപോലെ ബാറ്ററി പെർഫോമൻസ് ഒക്കെ ബാറ്ററി എത്ര ഉണ്ടെന്നൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ ഇത് ഓഫാക്കാൻ തന്നെ നമ്മൾ ഒന്നുകൂടി നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സൗണ്ട് കുറച്ച് കുറവ് കാണിക്കില്ല. നമ്മൾ മൈക്കോടെ വെച്ചിട്ടുണ്ട്. അത് കാരണമാണ്. ഗുഡ് ബൈ കണ്ടു. അപ്പോൾ അത് ഓഫായി കണ്ടു. ഓഫായി. അതപ്പോൾ ഇതാണ് സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും താല്പര്യം ഒന്ന് നോക്കാം കേട്ടോ. ഒരു ഫാസ്റ്റ് നോർമൽ ഒരു സൺഗ്ലാസ് വാങ്ങിയാട്ടും ഇതൊരു നല്ല സംഭവമായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തവർ പോയി കാണുക, പങ്കെടുക്കുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ പുതിയ ചാനൽ കാണാത്തവർ പോയി കാണുക. നമ്മൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കാം. ഒന്ന് ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.